ഹലോ ഓൾ, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കണക്ക് നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2 കപ്പ് ഉഴുന്ന്, 8 മണിക്കൂർ സോക്ക് ചെയ്തത്, 1 കപ്പ് ചെറുതായി എരിഞ്ഞ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ ഇഞ്ചി, 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. സോക്ക് ചെയ്ത ഉഴുന്ന് 2 കപ്പ് വെള്ളത്തിൽ നല്ല സ്മൂത്തായിട്ട് അരച്ച് നമുക്കെടുക്കാം. ഇത് ഞാൻ അരച്ചതാണ്. 2 കപ്പ് ഉഴുന്ന് 2 കപ്പ് വെള്ളത്തിൽ അരച്ച ബാറ്ററാണിത്. അത് നല്ല തിക്കായിട്ട് വരും. അതിനകത്തിട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഈ മിക്സ് വെളിയിൽ തന്നെ വെച്ചേക്കണം. തണുപ്പുള്ള വല്ല നാട്ടിലാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഈ മിക്സ് ഇങ്ങനെ വെളിയിൽ വെച്ചേക്കണം. ഇത് ഞാനൊരു 5 മണിക്കൂർ വെളിയിൽ വെച്ചിരുന്ന മാവാണ്. അതിലേക്ക് അരിപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഈ മിക്സിൻ്റെ ഒരു 1/3 പോർഷൻ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് വേണം നമുക്ക് ഉപ്പിടാൻ. എല്ലാ മാവിനകത്തൂടെ ഒന്നിച്ച് നമ്മൾ ഉപ്പിടത്തില്ല. കാര്യം ഇത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളമായി ഇങ്ങനെ ലൂസാവും, മാവ് ലൂസാവും നമ്മൾ ഉപ്പിടുമ്പോഴത്തേന്. അപ്പം ഇച്ചിരി എടുത്തിട്ടാണ് ഉപ്പിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഉഴുന്നുവട മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം തീയിൽ വെച്ചാണ് നമ്മൾ എണ്ണ ചൂടാക്കേണ്ടതും ഈ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ വലിയ പാനാണ് വെച്ചേക്കുന്ന. കാര്യം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വലിയ പാനിൽ ഏറെ എണ്ണ ഒഴിച്ച് ഞാൻ ചെയ്തേക്കുന്നത്. ഒന്നിച്ച് ഒരുപാട് ഇട്ടുണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് സൗകര്യമുള്ള പാൻ ഉപയോഗിച്ചാൽ മതി. എണ്ണ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മുടെ കൈയുടെ നടുക്ക് ഭാഗം ഇങ്ങനെ മുക്കി കൊടുക്കണം അതിനകത്തോട്ട്. ഒരുപാട് വെള്ളമാവരുത്, ജസ്റ്റ് മുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു നാരങ്ങ വലുപ്പത്തിൽ നമുക്ക് മാവെടുത്തിട്ട് ഇങ്ങനെ 2 കൈയും യൂസ് ചെയ്ത് അത് നല്ല ബോൾ ഷേപ്പിലാക്കി എടുക്കാം. കയ്യിൽ ഈ വെള്ളം വെച്ചിട്ടുള്ള കാരണം അത് കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിരൽ എടുത്ത് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ഊട്ടയിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റേ കയ്യിലോട്ടെടുത്ത് അങ്ങിട്ട് കൊടുക്കാം. കയ്യിലൊട്ടുമേ പറ്റിപ്പിടിക്കത്തില്ല ഇങ്ങനെ ചെയ്താൽ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം എണ്ണയിൽ കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടണം. മീഡിയം സൈസിൽ തീ വെക്കുന്നത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകാതിരിക്കാനാണ്. കാര്യം അകം കൂടി നമുക്ക് വെന്ത് കിട്ടണ്ടേ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ മാവ് ഇങ്ങനെ വെളിയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്കത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഒരു മീഡിയം കളർ, ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ, ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്.